രാഷ്ട്രപതിയുടെ റഫറൻസിൽ വാക്കാൽ പരാമർശവുമായി കോടതി. ഗവർണർക്ക് അനന്തമായി ബില്ലുകൾ പിടിച്ചുവെക്കാനാവില്ല എന്ന പരാമർശവുമായി സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് ബില്ലുകളിൽ അംഗീകാരം നൽകാനുള്ള സമയപരിധിയെ സംബന്ധിച്ചുള്ള പ്രസിഡൻഷ്യൽ റഫറൻസ് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് നിലപാട് വ്യക്തമാക്കിയത്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. മനു ഭരത് തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മനു, ഇതിൽ വാദം പൂർത്തിയായോ അതോ ഇനിയും തുടരാനുണ്ടോ? ഇത് നാളെയും കേൾക്കും. കാരണം ഇത് രാഷ്ട്രപതിയാണ് ഇത്തരത്തിലൊരു പ്രസിഡൻഷ്യൽ റഫറൻസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് വരുന്ന ബില്ലുകൾ, ഗവർണർക്ക് മുന്നിൽ വരുന്ന ബില്ലുകൾ, അത് ഭരണഘടനയുടെ സെക്ഷൻ 143(1) പ്രകാരം അതിന് സമയപരിധി നിശ്ചയിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമാണ്. അതിലൊരു നിയമപരമായ ഒരു മറുപടി കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രപതി എത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ സെക്ഷൻ 142 എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതിനെ സംബന്ധിച്ച്, അതായത് ഒരു ബില്ല് നിയമസഭ പാസ്സാക്കുമ്പോൾ അത് ഗവർണർക്ക് വിടുമ്പോൾ അത് രാഷ്ട്രപതിക്ക് അവർ അയക്കുമ്പോൾ ഒക്കെ അതിനൊരു സമയപരിധി നിശ്ചയിക്കാൻ കഴിയുമോ, അതേ സംബന്ധിച്ചുള്ളൊരു നിയമപരമായൊരു ചോദ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് തമിഴ്നാടിന് വേണ്ടി മനു അഭിഷേക് സിംഗ്വിയും വെസ്റ്റ് ബംഗാളിന് വേണ്ടി കപിൽ സിബലും ഹാജരായി. ഇവരെല്ലാം തന്നെ പറഞ്ഞത് ഇത് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഇങ്ങനെ തടഞ്ഞു വയ്ക്കാൻ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ ഗവർണർമാർക്ക് കഴിയുന്നത് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് ആളുകൾ അല്ലെങ്കിൽ ഇതിനെ എതിർത്തുകൊണ്ട് ഹാജരായ അഭിഭാഷകർ വ്യക്തമാക്കി. അതേസമയം സോളിസിറ്റർ ജനറലും ഈ വിഷയം അവിടെ ഉന്നയിച്ചു. അതൊരു ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് വരാൻ പാടില്ല എന്ന ചർച്ചകൾക്ക് നടുവിലാണ് ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു നിലപാട് തൻ്റേത് വ്യക്തമാക്കിയത്. കാരണം അത് വിസ്ഡം ഓഫ് ദ ലെജിസ്ലേച്ചർ എന്നാണ് പറയുന്നത്. ലെജിസ്ലേച്ചറിൻ്റെ, അതായത് നിയമസഭയുടെ ഒരു ജ്ഞാനത്തിന് അല്ലെങ്കിൽ അറിവിന് മുകളിൽ അങ്ങനെ ഗവർണർമാർക്ക് ഇരിക്കാൻ കഴിയില്ല, തുടർച്ചയായി ഇരിക്കാൻ കഴിയില്ല. ഒരു കാര്യം അവർ വ്യക്തമാക്കേണ്ടത്, ബില്ല് വേണമെങ്കിൽ ചില നിർദ്ദേശങ്ങളോടെ തിരിച്ചയക്കാം അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം, പക്ഷേ അതിനൊക്കെ ഒരു സമയപരിധി വേണം. ഇതിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാന വിഷയം, ഇപ്പോൾ ധനവിനിയോഗ ബില്ലുകൾ ഉൾപ്പെടെ ഇതുപോലെ തടഞ്ഞു വെക്കപ്പെട്ടാൽ അത് സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നൊക്കെ നേരത്തെ ചൂണ്ടിക്കാണിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തെ മറ്റൊരു സംവിധാനം ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്നും കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലെ 5 ജഡ്ജിമാരിൽ 3 പേരും ഏതാണ്ട് ഇതേ നിലപാടാണ് ഇന്ന് വാക്കാലിലുള്ള പരാമർശങ്ങളിൽ വന്നത്. പക്ഷേ ഇതിൻ്റെ അന്തിമ ഫലം എന്താകുമെന്നറിയില്ല. ഏതായാലും കപിൽ സിബൽ ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി മനു അഭിഷേക് സിംഗ്വിയും ഇന്ന് അവരുടെ വാദമുഖങ്ങൾ നിരത്തി. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത സഭകളുടെ പരമാധികാരത്തെ സംരക്ഷിക്കണമെന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതേസമയം ഇത് ഭരണഘടന ഇത്തരത്തിലുള്ളൊരു വ്യാഖ്യാനം നൽകുന്നുണ്ടോ, ഭരണഘടനയുടെ സെക്ഷൻ 142 അതുപോലെ സെക്ഷൻ 200 ഒക്കെ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കാം എന്നതിനെക്കുറിച്ച് കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നൊക്കെയാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അവിടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇതിൽ നാളെയും വാദം കേൾക്കും. അന്തിമമായി കോടതി എന്തൊരു അഭിപ്രായമാണ്, അതിന് കോടതിയുടെ ഒരു ഒപ്പീനിയനാണ് പ്രധാനമായും പുറത്തേക്ക് വരേണ്ടത്. അത് എങ്ങനെ ആയിരിക്കും എന്നതിനെ സംബന്ധിച്ച് എല്ലാവരും നാളെയും വാദം കേൾക്കും, വാദം തുടരും. അപ്പോൾ അതിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.